ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. ഒരു അറബിക് ഡെസേർട്ടാണ്. ഉമ്മലി എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടാവും. കിഡിലും ടേസ്റ്റാണ് കേട്ടോ. അത്രക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്ര രുചിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. സിമ്പിളാണ്. എല്ലാവർക്കും വീട്ടിൽ കുറച്ച് നട്ട്സും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഉമ്മലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാലിൻ്റെ മിക്സ് ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 500 ml വരും. പാലെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്കിലേ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് അടുത്തത് 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ. പിന്നെ നമുക്കൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് പഞ്ചസാര ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റ് കൂടുതൽ കിട്ടുക കണ്ടൻസ്ഡ് മിൽക്കും കൂടി വരുമ്പോഴാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പകുതിയായിട്ട് ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ മാത്രം ചേർത്ത് കൊടുക്കണേ. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാത്രം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര സമയം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് പാൽ ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും പാൽ നന്നായിട്ട് തിളക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് സൈഡിലൊക്കെ പോകുന്ന ആ ഒരു പാലിൻ്റെ നല്ല കൊഴുപ്പാണ് കേട്ടോ. അതൊക്കെ ഒന്ന് സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വടിച്ചെടുത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടുന്ന് തിളക്കട്ടെ. അപ്പോൾ ഫ്ലെയിം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏതാണ്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പാലിൻ്റെ ചൂടൊന്ന് കുറച്ചൊന്ന് കുറഞ്ഞോട്ടെ കേട്ടോ. ഇപ്പോൾ നല്ല ചൂടായിട്ട് തിളച്ച് നിൽക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8 പീസ് അളവിൽ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ ആദ്യം തന്നെ ഈ ഒരു ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ, സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ പീസായിട്ട് ഇനി കട്ട് ചെയ്തെടുക്കുക. ഓരോരോ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് ഒരു അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്കൊരു ട്രേയിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ശരിക്കും ഒരു ഒറിജിനൽ ഉമ്മലിക്ക് വേണ്ടുന്നത് ബ്രെഡ് അല്ല കേട്ടോ. ബ്രെഡിൽ പെട്ടിട്ടില്ല തന്നെ നമ്മുടെ ഈ ഒരു പപ്സിൻ്റെ പാസ്ട്രി ഒക്കെ ഉണ്ടല്ലോ, ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു പാസ്ട്രി, അല്ലെങ്കിൽ ക്രോയിസൻ പാസ്ട്രി, പിന്നെ അല്ലെങ്കിൽ ബ്രെഡ് പെട്ടിട്ടില്ല തന്നെ വേറൊരു ഐറ്റം ഒക്കെ ഉണ്ട്, അതാണ്. പക്ഷെ ഞാനിവിടെ ബ്രെഡ് വെച്ച് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണല്ലോ വീഡിയോ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കേട്ടോ ബ്രെഡ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മുഴുവനും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ട്രേയിൽ വേണം നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ട്രേയുടെ വലുപ്പം എന്ന് പറയുന്നത് ഈ ഒരു വലുപ്പമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കണക്കായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഏത് പ്ലേറ്റോ ട്രേയോ എന്താണോ എടുക്കുന്നത് ആ ഒരു ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇതിലെടുക്കുന്ന ബ്രെഡും ബാക്കിയുള്ള എല്ലാ മിക്സിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണേ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓർഡറിൽ വേണോ അങ്ങനത്തെ ഒരു ഇതും ഇല്ല കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. അടിയിൽ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ട്രേ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൊട്ടിപ്പോവാത്ത രീതിയിൽ നല്ല കട്ടിയുള്ളത് എടുക്കണേ. കാരണം നമുക്കിത് ബേക്ക് ചെയ്യാനുള്ളതാണ്. ഞാൻ പൊതുവേ ഇത് എപ്പോഴും ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് പൊട്ടാറൊന്നും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ട്രേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഗ്ലാസിൻ്റെ ട്രേ എടുക്കുമ്പോൾ പൊട്ടുന്നൊക്കെ ക്വാളിറ്റി ഇല്ലാത്ത പോലത്തെ നേരിയ ടൈപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അലൂമിനിയം ട്രേയോ സ്റ്റീൽ പ്ലേറ്റോ എന്തെങ്കിലും മതി കേട്ടോ. ഇതുപോലെ ഗ്ലാസിൻ്റെ തന്നെ എടുക്കണമെന്നില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. ബ്രെഡ് ഇതുപോലെ ലെയർ എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പിസ്ത ഇതുപോലെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു 2 ടേബിൾ സ്പൂണോളം അവിടെ ലാസ്റ്റ് ബാക്കി വെക്കണം, നമുക്ക് മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാനായിട്ട്.
ബാക്കി മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ ബദാമും കൂടി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ കുറച്ചിട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂണോളം ബാക്കി വെക്കുന്നുണ്ട് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കയ്യിൽ ഉണക്കമുന്തിരി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു അളവില്ല, നമുക്ക് എത്രയാണോ കഴിക്കാൻ താല്പര്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനെല്ലാം നിങ്ങൾക്കൊരു അളവ് പറഞ്ഞു തരുന്നത് കൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. മുന്തിരി ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, കാരണം ഒരുപാട് കഴിക്കുന്ന നമുക്ക് അത്ര താല്പര്യമില്ല, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അടുത്തത് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ചിരകിയ തേങ്ങയാണ്. അതും ഇട്ട് കൊടുക്കുക. അതൊരു 3 ടേബിൾ സ്പൂൺ മതി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിതറിയിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലിങ്ങനെ തേങ്ങയും കൂടി കടിക്കുന്ന സമയത്ത്. ഇത് നിർബന്ധമാണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണേ. ഇനി അടുത്തത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് കുറച്ചൊന്ന് ചൂട് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന പോലെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു സൈഡ് തന്നെ ഒഴിക്കാതെ ബ്രെഡിലേക്ക് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് നനവ് തട്ടുന്ന രീതിയിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മുഴുവൻ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒട്ടും ഞാൻ ബാലൻസ് വെക്കുന്നില്ല. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ബ്രെഡ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാലെല്ലാം നന്നായിട്ട് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. ഒരു ക്രീം മിക്സാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് അവിടുന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് മാത്രം ഇത് റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒരു 200 ഗ്രാം അളവിൽ തിക്ക് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ഏത് ക്രീമായാലും കുഴപ്പമില്ല. തിക്കായിട്ടുള്ള കുറച്ചൊരു കട്ടിയിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇതുപോലെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്പൂണോട് എടുത്ത് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, നല്ല അത്യാവശ്യം കട്ടിയുണ്ട്. ഞാൻ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുക. അഥവാ ചില ക്രീമിൽ അത്യാവശ്യം മധുരം ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ മധുരം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണേ. അടുത്ത ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടി ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണേ, ഞാൻ കുറച്ച് പഞ്ചസാര മിക്സിയിലിട്ടിട്ട് അത് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ 1/4 കപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ 1/4 കപ്പ് അളവ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഓവർ മധുരമായി പോകും കേട്ടോ, ഭയങ്കരമായിട്ട് മധുരമാവും. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ മധുരമൊക്കെ ഞാൻ എടുക്കുന്ന അളവിൽ അത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറക്കും കൂട്ടുമൊക്കെ ചെയ്യുക കേട്ടോ, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണേ. അടുത്തത് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വാനില എസൻസോ താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചേർക്കട്ടെ. അത് രണ്ടിലും ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ ചേർക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു വിസ്കോ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ വിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും ക്രീമും എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആവണം. അപ്പോൾ ഇത്രയും നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിനി ഇത് നമ്മൾ നേരത്തെ ബ്രെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പാലൊന്നും ഒട്ടും കാണാനില്ലല്ലോ, എല്ലാം ബ്രെഡ് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഇട്ട് കൊടുക്കുക, ഒരു സൈഡ് തന്നെ ഇടാതെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഞാൻ പറഞ്ഞ 200 ഗ്രാം അളവിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ബ്രെഡിൻ്റെ ഒക്കെ അളവിന് പാകമാണ് ക്രീം എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ച് എല്ലാ അളവിലും ക്രീം വരെ അളവിൽ വ്യത്യാസം വരുവേ. എന്നിട്ട് ഇതുപോലെ സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് കവറാകുന്ന രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മുടെ ഉമ്മലി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കണ്ടില്ല, എല്ലാ ഭാഗവും ക്രീമും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാന് ഒരു 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒരു മിഡിലായിട്ട് ഒരു പഴയ പാത്രം ഇതുപോലെ കുറച്ചൊരു ഏകരത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മാത്രം ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ട്രേ ഇറക്കി വെച്ച് കൊടുക്കുക. അല്ലാതെ ഡയറക്റ്റ് പാനിലേക്ക് ചൂട് തട്ടുന്ന രീതിയിൽ വെച്ച് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അടപ്പിന് ഇതുപോലെ ഹോളുള്ള മൂടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കിത് 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് എടുക്കണം, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ആ ഒരു സമയമാകുമ്പോൾക്ക് സൈഡൊക്കെ കളർ മാറി വരും. ആ ഒരു സമയം മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 20-25 മിനിറ്റ് ആണ് കേട്ടോ കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉമ്മലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എനിക്ക് എടുത്തിട്ടുള്ളത് കറക്റ്റ് 25 മിനിറ്റ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സൈഡൊക്കെ കണ്ടില്ല, കളറ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടില്ല. ഇതുപോലെ സൈഡൊക്കെ നല്ലപോലെ കളറ് മാറി വന്നതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ചില ഫ്ലെയിമിൻ്റെ അനുസരിച്ചിട്ട് ടൈമിങ്ങിലും വ്യത്യാസം വരും. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം.
അപ്പോൾ ഞാൻ ഇത് കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ല, നല്ലപോലെ മുകൾ ഭാഗമൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു പിസ്ത ബദാമൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നേരത്തെ സ്റ്റൗവിൽ വെച്ച സമയത്ത് മിഡിൽ ഭാഗമൊന്നും ഒരു ആറാതെ പോലെ കണ്ടില്ല, അത് നല്ല ചൂടായിരിക്കുന്ന സമയമായിട്ട് കേട്ടോ. ക്രീമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്ന പോലെ തോന്നിയിട്ടില്ലേ, സൈഡ് മാത്രം ആറിയിട്ട്. അപ്പോൾ ആ ഒരു ചൂട്ടിൽ നിന്ന് ഇങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ കാണാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ മുഴുവൻ ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിൽ മുന്തിരി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഡെസേർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയും കഴിക്കാം കേട്ടോ. ചൂടോടെ കഴിക്കുക, ചൂടാറിയതിന് ശേഷം കഴിക്കുക, അല്ലെങ്കിൽ നല്ലപോലെ ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് 3-4 മണിക്കൂർ തണുപ്പിച്ചിട്ട് കഴിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഉമ്മലി റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. നമുക്ക് വീട്ടിൽ കുറച്ച് നട്ട്സും ബ്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റിച്ച് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം കണ്ടില്ല, സൈഡൊക്കെ ഗ്യാപ്പ് വന്നിട്ട് നല്ലോണം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്